വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. എല്ലാ വിദ്യാർത്ഥികൾക്കും NIOSൻ്റെ സോഷ്യോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യനുകളെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് 5 മാർക്ക് വരെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ അറൌണ്ട് 500 വേർഡ്സ്. 500 വാക്കിൽ കുറയാത്ത ആൻസർ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ 39A. ഡിസ്കസ് ഹൗ ദ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഹാസ് ക്രിയേറ്റഡ് ന്യൂമറസ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അഥവാ ജനസംഖ്യാ വിസ്ഫോടനം. ജനസംഖ്യ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. അല്ലെങ്കിൽ ലോകത്ത് ജനസംഖ്യ കൂടുതലാണ്. ഈ ജനസംഖ്യാ വിസ്ഫോടനം മൂലം എന്തൊക്കെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, അത് ഡിസ്കഷൻ ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ അതിനൊരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. കമ്പയർ ക്ലാസ് ആൻഡ് കാസ്റ്റ് ആസ് 2 ഫോംസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സാമൂഹിക ശ്രേണീകരണത്തിൽ 2 തരത്തിലുള്ള ജാതിയെയും വർഗത്തെയും കുറിച്ച് കമ്പയർ ചെയ്ത് എഴുതുക. 2 ക്വസ്റ്റ്യനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇനി അവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഭാഗം ഏതാണ്? അപ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഈ 5 മാർക്കുള്ള ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് പ്രോബ്ലം അഥവാ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്ത്യയിൽ? അതിൽ പ്രധാനമായിട്ടും ഒന്നാമത്തെ പോവർട്ടിയാണ്, ദാരിദ്ര്യം. ദാരിദ്ര്യം എന്താണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ദാരിദ്ര്യത്തെ കുറിച്ച് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് ദാരിദ്ര്യം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ജനസംഖ്യ വർധനവ് ഉണ്ടാകുന്നു. പോവർട്ടി. രണ്ടാമത്തെ ലാക്ക് ഓഫ് ഷെൽട്ടർ. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീടില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അഭയസ്ഥാനങ്ങളില്ലാത്ത അവസ്ഥ. ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. മറ്റൊന്നാണെന്ത്? ലാൻഡ്ലെസ്നെസ്. ഭൂമിയില്ലാത്ത അവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും അല്ലെങ്കിൽ ജനസംഖ്യാ വിസ്ഫോടനത്തിൽ. മറ്റൊന്നാണ് ഇല്ലിറ്ററസി അഥവാ നിരക്ഷരത എന്ന് പറയുന്നത്. മറ്റൊന്നാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, തൊഴിലില്ലായ്മ. മറ്റൊന്ന് അണ്ടർ നോറിഷ്മെൻറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളവിടെ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ടത്. ഈ കാര്യങ്ങൾ മൂലം ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് ജനസംഖ്യാ വിസ്ഫോടനത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യമായിരുന്നു കാസ്റ്റും ക്ലാസിനെയും വേർതിരിച്ച് എഴുതുക. 39B. എന്തായിരുന്നു ആ ചോദ്യത്തിന് ആൻസർ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ക്ലാസ് ഈസ് ഡിഫൈൻഡ് എക്കണോമിക് ടേംസ് വേറാസ് എ കാസ്റ്റ് ഈസ് അണ്ടർസ്റ്റുഡ് എ ഹെറിഡിറ്ററി യൂണിറ്റ്. കാസ്റ്റ് എന്ന് പറയുന്നത് ജാതീയമായ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതും, എന്നാൽ ക്ലാസ് എന്ന് പറയുന്നത് അത് സാമ്പത്തിക പാരമ്പര്യമുള്ളതുമാണ്. സാമ്പത്തികതയുടെ അടിസ്ഥാനത്തിലാണ്, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ചേഞ്ച് ഹിസ് ക്ലാസ് പൊസിഷൻ. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസ് വർഗം എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. പക്ഷേ കാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഫിക്സഡ് ആണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റപ്പെടുത്താൻ സാധ്യമല്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി കാസ്റ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ സിസ്റ്റമാണ്. ക്ലാസ് വളരെ അടഞ്ഞ ഒരു സമ്പ്രദായമാണ്. അതുപോലെ തന്നെ ക്ലാസ് എന്ന് പറയുന്നത് അത് തുറന്ന ഒരു സംവിധാനമാണ്. ഇനി മറ്റൊന്നാണ് കാസ്റ്റ് ഡ്രിവേഴ്സ് ഇറ്റ് ലെജിറ്റിമസി ഫ്രം റിലീജിയൻ വിച്ച് ഈസ് നോട്ട് ദ കേസ് വിത്ത് ക്ലാസ്.
കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മതത്തിൻ്റെ അധികാരപരിധിക്കുള്ളിൽ നിലനിൽക്കുന്നതാണ്. എന്നാൽ ക്ലാസ് അങ്ങനെയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നോഷൻസ് ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. ശുദ്ധിയുടെയും അതുപോലെ തന്നെ പ്യൂരിറ്റി, പൊല്യൂഷൻ എന്നിവയുടെ ശുദ്ധി അശുദ്ധി സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി നിലനിൽക്കുന്നത് എന്നാണ് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായി ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. ഒന്നുകൂടെ വിശാലമായിട്ട് നമ്മൾ പോയിന്റുകൾ മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. വിശാലമായിട്ട് നമ്മൾ പുസ്തകത്തിൽ നിന്നും വായിച്ച് മനസ്സിലാക്കി എഴുതണം. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഇനി 40ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 40. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 40ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിലെന്താണ് പറയുന്നത്? അവിടെ നമുക്ക് ഓപ്ഷനുകൾ 2 ഓപ്ഷനുകളുണ്ട്. ഏതൊക്കെയാണ്? ഡിസ്ക്രൈബ് വൈ ഇൻഡെപ്റ്റ്നെസ് പെർസിസ്റ്റ് എമംഗ് OBCs. OBC വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. OBC, അതർ ബാക്ക്വേർഡ്നെസ് ക്ലാസ്നെസ്. അതർ ബാക്ക്വേർഡ് ക്ലാസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ. ഇവരെ കുറിച്ചുള്ള ഇൻഡെപ്റ്റ്നെസ് പെർസിസ്റ്റ് എമംഗ് OBCs എന്ന് പറയുന്ന ഭാഗമാണ് ഓർത്തു വെക്കേണ്ടത്. മറ്റൊന്ന്, രണ്ടാമത്തെ അതിൻ്റെ ഓപ്ഷൻ സെയിം ആണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഹു ആർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്. നെയിം എനി 5 പ്രോബ്ലം റിലേറ്റഡ് ടു ദെയർ പോവർട്ടി. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ, എന്നാൽ ആരാണവർ? അവരുടെ ദാരിദ്ര്യത്തിന് കാരണമായിട്ടുള്ള 5 പ്രശ്നങ്ങളെക്കുറിച്ച് വിവരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും അതിന്? നമ്മൾ 40A-യും 40B-യുമാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഭാഗങ്ങളെന്ന് പറയുന്നത് ഏതാണ്? 40A, പ്രോബ്ലം ഓഫ് ഇൻഡെപ്റ്റ്നെസ് എമംഗ് OBCs. മെജോറിറ്റി ഓഫ് ദി OBCs ആർ പുവർ. കൂടുതൽ OBCക്കാരും ആരാണ്? വളരെ പാവപ്പെട്ടവരാണ്. അതാണ്. അതുപോലെ തന്നെ ദേ ആർ നോട്ട് ഇൻ പൊസിഷൻ ടു മീറ്റ് ദെയർ വേരിയസ് നീഡ്സ് സച്ച് ആസ് മാരേജ് ഓഫ് ഡോട്ടർ, ഡെത്ത് റിച്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ഫീസ്റ്റ് ഫ്രം ദെയർ ഇൻകം. അവർക്ക് എന്തില്ല? ദേ ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു മീറ്റ് ദെയർ വേരിയസ് നീഡ്സ്. അവർക്കുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല. സച്ച് ആസ് മാരേജ് ഓഫ് ഡോട്ടർ, മകളുടെ വിവാഹത്തിനും അതുപോലെ തന്നെ ഡെത്ത് റിച്വൽ, മരണാനന്തര കർമ്മങ്ങൾക്കും, ആൻഡ് കമ്മ്യൂണിറ്റി ഫീസ്റ്റ് ഫ്രം ദെയർ ഇൻകം. അവർക്കെന്തില്ല? ഇൻകം വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. ദേ ഹാവ് ടു ടേക്ക് ഹെവി ഇൻട്രസ്റ്റ് ടു ഓൺ ലോൺ ഫ്രം ദി ലാൻഡ് ഓണേഴ്സ്. അവരെന്ത് ചെയ്യുന്നു? ലാൻഡ് ഓണേഴ്സിന്, ഭൂ ഉടമകൾക്ക് വലിയ തോതിലുള്ള നികുതി അവർ കൊടുക്കേണ്ടി വരുന്നു. ഓർ മണി ലെൻഡേഴ്സ്. അതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അതിനെക്കുറിച്ച് വിശാലമായിട്ട് പറയാൻ പറ്റുന്നതാണ്. OBC എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന ജാതിക്കാർക്ക് താഴെയും താഴ്ന്ന ജാതിക്കാർക്ക് മുകളിലുമുള്ള വിഭാഗമാണ്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട വിഭാഗമാണ്. അതിന് OBCക്കാരുടെ പഠനം നടത്തുന്നതിന് വേണ്ടി കലേക്കർ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തിൽ നോക്കിയിട്ട് വിശാലമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഇനി പറയുന്നത് എന്താണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ആർ ദോസ് കാസ്റ്റ് which are placed at the bottom in the traditional caste system. ജാതി സമ്പ്രദായത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട വിഭാഗമാണ് ആര്? ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം. അവരെന്താണ്? they are faced in 5 problems. അവർ 5 തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഏതൊക്കെയാണ് നോക്കാം. problems arising out of untouchability, no physical contact, ban on use of common wells and tanks, prohibition of entering temples, restrictions on use of service of other occupational castes, non-acceptance of cooked food. അവർ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള അവകാശമില്ല, ആരാധനാ സ്വാതന്ത്ര്യമില്ലായിരുന്നു. അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. അതുപോലെ
അവരെ വിളിച്ചിരുന്ന പേരാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. അവർക്ക് അഥവാ അയിത്തം, വിദൂരത്തമാക്കൽ എന്നൊക്കെയാണ് പറയുക. അതുപോലെ പൊതു കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാനും ടാങ്കുകളിൽ നിന്ന് വെള്ളം പിടിക്കാനുമുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, മറ്റുള്ള ജോലികളിൽ പ്രവേശിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, വേവിച്ച ഭക്ഷണങ്ങൾ വരെ കഴിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല. നോൺ ആക്സെപ്റ്റൻസ് ഓഫ് കുക്ക്ഡ് ഫുഡ്. ഇനി പ്രോബ്ലംസ് അറൈസിങ് ഔട്ട് ഓഫ് പോവർട്ടി, മെറ്റീരിയൽ ഡിപ്രിവേഷൻ, ലാൻഡ്ലെസ്നെസ്, എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്, ഇൻഡെപ്റ്റഡ്നെസ്, ബോണ്ടഡ് ലേബർ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, അട്രോസിറ്റീസ്. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പ്രോബ്ലംസ് അറൈസിങ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യം അവർക്ക് കൂടാനുള്ള കാരണം എന്താണ്? മെറ്റീരിയൽ ഡിപ്രിവേഷൻ, അവർക്ക് മെറ്റീരിയൽസ് വളരെ കുറവായിരുന്നു, അതല്ലെങ്കിൽ അത് കിട്ടിയിരുന്നില്ല. ലാൻഡ്ലെസ്നെസ്, ഭൂമി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്, വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ഇൻഡെപ്റ്റഡ്നെസ്, കടങ്ങൾ ഉണ്ടായിരുന്നു, കടബാധ്യതകൾ. ആൻഡ് ബോണ്ടഡ് ലേബർ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ്, ഒരുപാട് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ് പ്രോബ്ലമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് 5 മാർക്കുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഈ ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി നല്ല പോലെ വൃത്തിയായി പഠിക്കുക. എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ഒരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്ത് താങ്ക്സ് ഫോർ ഓൾ സ്റ്റുഡൻസ്.